ഹായ് എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പരസ്പരം മനസ്സിലാക്കിയിരിക്കേണ്ട, പറഞ്ഞിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഇതുവരെ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരാളിങ്ങനെ മനസ്സിലുണ്ട്, അതായത് ഇവരെ ഞാൻ നോക്കിയാലോ അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താലോ, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പരസ്പരം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഇവർ തന്നെയാണോ എനിക്ക് ഓക്കെ ആയിട്ടുള്ള ആള് എന്നുള്ളത്. അതിനുശേഷം മാത്രം നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നതിന് മുന്നേ പരസ്പരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അവരുമായിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ്. അതായത് അവരുടെ കൂടെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം. ഇപ്പോൾ വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രി ആ ഒരു ടൈമിലൊക്കെ ഒന്ന് പുറത്തു പോവുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ട് അറിയാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ല, എങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവരുമായിട്ടൊന്ന് പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയും. സോ കുറച്ചിങ്ങനെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ നീറ്റായ രീതിയിൽ എല്ലാവരും പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്കത് വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല വഴിയാണ് അവരുമായിട്ടൊന്ന് പുറത്തേക്കൊക്കെ പോകുക എന്നുള്ളത്. വലിയൊരു ട്രിപ്പ് പോകുകയെന്നല്ല ഞാൻ പറയണത്, എങ്കിലും ചെറുതായിട്ട് അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മണി ടോക്ക് നടത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ നീഡ് എന്തൊക്കെയാണ്, അവരുടെ ഫിനാൻഷ്യൽ നീഡ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചർച്ച ചെയ്തിരിക്കണം എന്നുള്ളതാണ്. മീൻസ് ഇപ്പോൾ നിങ്ങൾ ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സാലറി പറയണം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളൊരു ക്യാഷ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ നീഡ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. സോ ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ മാക്സിമം പറ്റുന്നത്രയും തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് ഒരു ഉത്തമ ബോധ്യം പരസ്പരം ഉണ്ടാക്കിയെടുക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ലൈഫിൽ അവർക്ക് ആരെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടമുള്ളത്, എന്തുകൊണ്ടാണ് ആ ആളുകളെ ഇവർക്ക് ഇഷ്ടമുള്ളത്, അതേപോലെ തന്നെ അവരോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചിലർക്ക് ചില ആളുകളോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഭാവിയിൽ നിങ്ങളും അവർക്ക് ഇഷ്ടമുള്ള ആ ഒരാളും തമ്മിൽ കണ്ടുമുട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ, അതായത് നിങ്ങളും ഈ ഒരു പാർട്ട്ണർ ആവാൻ പോകുന്ന ആളും തമ്മിൽ ചിലപ്പോൾ ഒരു വഴക്കുണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അത് അറിയേണ്ടത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ എന്തൊക്കെയാണ്, അവരോട് എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറുന്നതാണ് ആ ആളുകൾക്ക് ഇഷ്ടമുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അറ്റ് ദ സെയിം ടൈം നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ ഇന്ന ആളെ ഭയങ്കര ഇഷ്ടമാണ്, ഇവരെ എനിക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറയാം. കാരണം ഇനിയിപ്പോൾ അഥവാ ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളതൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുൻകൂട്ടി നമ്മൾ പറയുക, ഈ ആൾ എനിക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരാളാണ്, സോ ഇവർ എൻ്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇത്രയും ക്ലോസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് അവർക്കത് നേരത്തെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം ആ ഒരാൾക്ക് കൊടുക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഇനി നാലാമതായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർക്ക് ഫാമിലി എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കും, ചിലർക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇതെന്ന് മാത്രമല്ല, ചിലർക്ക് അത് ജോബായിരിക്കാം, അങ്ങനെ പല പല കാര്യങ്ങൾക്കായിരിക്കും, പല രീതിയിലായിരിക്കും പലരും വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. സോ വാല്യൂ ആൻഡ് എത്തിക്സിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളും അതേപോലെ തന്നെ പറഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, വാല്യൂ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്
സംസാരിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ പരസ്പരം ചർച്ച ചെയ്യുക. അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം പറയാം. അതായത് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റു ബാക്ക്ഗ്രൗണ്ട്സ്, നിങ്ങളുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ അമ്മ അച്ഛൻ ഇവരുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ളതാണ്. അതായത് അവരോട് പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. അത് നിങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾ പാർട്ട്ണറാക്കാൻ പോകുന്ന ആളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ പതിയെ പതിയെ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളും നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ലാസ്റ്റ് എന്നല്ല എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പിന്നീട് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏകദേശമൊക്കെ അവരാണ് നിങ്ങളുടെ ലൈഫ് പാർട്ണർ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പിന്നെ നിങ്ങളുടെ അതായത് കുട്ടികളെ കുറിച്ചുള്ള പ്ലാനിങ്സ് നടത്താം എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ അവർക്ക് എത്ര കുട്ടികൾ വേണം എന്നാണ് ആഗ്രഹമുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരോടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആഗ്രഹങ്ങളൊക്കെ പറയാം, എന്നിട്ട് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾക്കൊരു രൂപം കിട്ടിയിട്ടുണ്ടാവും, ഇയാൾ തന്നെയാണോ എനിക്ക് വേണ്ടത് എന്നുള്ളത്. കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഏതൊക്കെയാണ് രണ്ടുപേരിലും ചേരാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേപോലെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആകുമോ, അതോ രണ്ടുപേർക്കിടയിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ആളെ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇഷ്ടം തോന്നി ഇഷ്ടം പെട്ടെന്ന് തുറന്ന് പറയുന്ന ആളുകളുണ്ട്. ഒന്ന് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ റിജക്ഷൻ നേരിടാം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആ എടുത്ത ചാട്ടത്തിൽ പെട്ടെന്ന് നമ്മൾ ഇഷ്ടമെന്നൊക്കെ പറയും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് അവരുടെ സ്വഭാവം മനസ്സിലാവുന്നതും അതേപോലെ അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നലൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് കഴിയുമെന്ന് മാത്രമല്ല, ഭാവിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പാർട്ട്ണർ ആക്കണമെന്ന് വിചാരിക്കുന്ന ആളോട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. യാതൊരു മടിയും കൂടാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒരു യൂസ്ഫുൾ വീഡിയോ ആണെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്